എന്താണ് അരുൺ സോളമൻ അവിടുത്തെ കാഴ്ചകൾ ഏറ്റവും ഒടുവിൽ? അരുൺ, നിലവിലെ കോർപ്പറേഷന് മുന്നിലുള്ള പ്രധാന കവാടത്തിലെ 2 പ്രവർത്തകർ, ഈ ശുചീകരണ തൊഴിലാളികളിലെ 2 പ്രവർത്തകരെ ഇപ്പോൾ അതിലൊരാളെ ഇപ്പോൾ താഴെ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ നേരത്തെ ഇത്രയും നേരം ഇവരെ താഴെ ഇറക്കുന്നതിന് പ്രധാനമായും ഉണ്ടായ തടസ്സം ഇവരുടെ കൈകളിലുണ്ടായിരുന്ന പെട്രോളാണ്. ഇപ്പോൾ അവർ സ്വമേധയാ താഴെ ഇറങ്ങാനുള്ളൊരു സന്നദ്ധത അവർ പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി അവരെ താഴെ ഇറക്കുകയാണ്. അടുത്ത ആളും ഇതിനോടനുബന്ധിച്ച് താഴെ ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് തൊട്ടടുത്തുള്ള അപ്പുറത്തെ കവാടത്തിലുള്ള ഒരാളെയും താഴെ ഇറക്കുന്നുണ്ട്. അങ്ങനെ 2 കവാടത്തിലെയും പ്രവർത്തകരെ ഇപ്പോൾ താഴെ ഇറക്കുന്നുണ്ട്. സമരം അവസാനിക്കും എന്നത് ഈ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം നഗരത്തെ പ്രധാനപ്പെട്ട മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നത്. പക്ഷേ ഇവർ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു, ഇവർ പൈസ വീടുകളിൽ നിന്നോ വാങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനമായും നഗരസഭ അധികൃതർ പ്രധാനമായും ആരോപിക്കുന്നത്. ആ ആരോപണം ശരിയും തന്നെയാണ്. പക്ഷേ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർ ജീവിതമാർഗമാണ് എന്നുള്ളതാണ്, അവരുടെ ജീവിതമാർഗമാണ് എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായിട്ട് തിരുവനന്തപുരം നഗരത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. കോവിഡിന് ശേഷമാണ് ഇവരിൽ കൂടുതൽ പ്രവർത്തകർ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ രംഗത്തേക്ക് എത്തിയത്. അതിന് അവർക്ക് ന്യായമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ വാഹനങ്ങൾ തിരികെ നൽകണം. പക്ഷേ ശാസ്ത്രീയമായിട്ടാണോ ഇവർ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. ഗായത്രി സൂചിപ്പിച്ചതുപോലെ ഇവർ എവിടെയാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത്? ഇപ്പോൾ ആമേഴഞ്ചൻ തോട് വന്നപ്പോഴാണ്, അത്തരത്തിലൊരു ജോയിയുടെ മരണം വന്നപ്പോഴാണ് ശരിക്കും ഇത്തരത്തിൽ നഗരസഭയിൽ മേയർ അടക്കമുള്ളവർ മുന്നോട്ട് വന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർ എവിടെയാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത്? ആറുകളിലോ പുഴകളിലോ എവിടെയെങ്കിലും ഡംപ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ജോയിയുടെ മരണത്തിന് പിന്നാലെ ഈ ആറുകൾക്ക് സമീപമൊക്കെ ഈ നമ്മുടെ തോടുകൾക്ക് സമീപമൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ നഗരസഭ മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകരെ താഴെ ഇറക്കി അരുൺ ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും ഇപ്പോൾ സമരക്കാർ വീണ്ടും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് തടസ്സം നിൽക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീണ്ടും മുന്നോട്ട് വരുന്നുണ്ട്. അരുൺ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെ തടയുകയാണ് സ്ത്രീകൾ. ഇവരുടെ ഈ ഭാര്യമാരാണ് കൂടുതലും, പ്രവർത്തകരുടെ ഭാര്യമാരാണ് ഇപ്പോൾ ഈ കൂടെയുള്ളത്. ഇവർ കുടുംബമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ കൈകളിലും ഇപ്പോൾ പെട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് നേരത്തെയും പോലീസ് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. അവരെ ഈ പ്രവർത്തകർ തടഞ്ഞ് മാറ്റുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ അതിപ്പോൾ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. 2 പ്രവർത്തകരാണ് ഇപ്പോൾ താഴെ ഇറക്കിയത്. പക്ഷേ സ്ത്രീകൾ മുന്നോട്ട് വന്ന് തടയുകയാണ്. ദൃശ്യങ്ങൾ അതാണ് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായിട്ടും സ്ത്രീകൾ പറയുന്നത് ഈ അവരുടെ ആവശ്യം എന്താണ് ചേച്ചി പ്രധാന? ഞങ്ങളെ ജോലി തിരിച്ചു കിട്ടണം, ഞങ്ങളെ വണ്ടികൾ തിരിച്ചു കിട്ടണം. ഞങ്ങളെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞങ്ങളെ ജോലി തിരിച്ചു വേണം. ഞങ്ങളെ ജോലി തിരിച്ചു തന്നേ പറ്റൂ. അരുൺ, വീണ്ടും സമരം പ്രക്ഷുബ്ധമായി മാറുകയാണ്. മറ്റൊരു പ്രവർത്തകൻ താഴേക്ക് ഇറങ്ങാൻ നിന്ന പ്രവർത്തകൻ ഇറങ്ങുന്നില്ല. സ്ത്രീകൾ ഇറങ്ങണ്ട എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ കുടുംബമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവരുടെ ഭാര്യമാരാണ്, ഈ പ്രവർത്തകന്മാരുടെ ഭാര്യമാരാണ് ഇവരുടെ ഈ സമരത്തിനൊപ്പം. ഒരു പ്രവർത്തകൻ താഴെ ഇറങ്ങി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നപ്പോൾ തന്നെ അത് തടസ്സപ്പെടുത്തി. ഇപ്പോൾ മറ്റു പ്രവർത്തകനെ താഴെ ഇറക്കാൻ ഉള്ള ശ്രമം നടന്നെങ്കിലും അദ്ദേഹം താഴെ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു താഴെ ഇറങ്ങരുത് എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും അവരുടെ ജീവിത മാർഗമാണ് ഈ തൊഴിൽ. ആ തൊഴിൽ നൽകിയേ മതിയാകൂ എന്നുള്ള ആവശ്യമാണ് സ്ത്രീകൾ ഒന്നടങ്കം ഇപ്പോൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ അറസ്റ്റ് എന്തായാലും ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വല വിരിച്ചുകൊണ്ട് താഴെ, ഈ ഏണിക്ക് താഴെ ഒരു വല വിരിച്ചുകൊണ്ട് ഈ പ്രവർത്തകനെ താഴെ ഇറക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. പ്രധാനമായും തൊട്ടപ്പുറത്തുള്ള കവാടത്തിലെ 2 പ്രവർത്തകരും താഴെ ഇറങ്ങിയിരുന്നു. ഇനി പ്രധാനപ്പെട്ട ഈ നഗരസഭയ്ക്ക് മുന്നിലുള്ള പ്രധാന കവാടത്തിന് മുന്നിലെ ഒരു പ്രവർത്തകനെ കൂടി താഴെ ഇറക്കേണ്ടതുണ്ട്. ആ പ്രവർത്തകനെ കൂടി താഴെ ഇറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം താഴെ ഇറങ്ങി വരുന്ന ഒരു ഘട്ടത്തിലാണ് ആദ്യം ഇറങ്ങിയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടന്നത്. ആ ശ്രമത്തെ ഇപ്പോൾ ഈ പ്രവർത്തകർ ഒന്നടങ്കം തടഞ്ഞിരിക്കുകയാണ്. തയ്യാറാണ്, ഞങ്ങൾ മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇറങ്ങൂല ഇവിടുന്ന്, ഞങ്ങൾ പോവൂല ഇവിടുന്ന്. ഇനി എന്തൊക്കെ വന്നാലും ഞങ്ങൾ വിട്ടു തരണതുമില്ല. ഞങ്ങൾ
കമ്പനി കുടുംബത്തെ ജനിച്ചവളാണ് അവള്. ഞങ്ങളെ ജാതി വിളിക്കാൻ ഞങ്ങൾ വേറെ കഴിപ്പണം കണ്ട ജാതി എന്നാണ് ഇവള് പറഞ്ഞത്. ആര്യാണ് കമ്മിറ്റിക്ക് സ്നേഹത്തിൽ വിളിച്ച് വരുത്തിക്കൊണ്ടാണ് ഞങ്ങളടുത്ത് ഇങ്ങനത്തെ നാറിയ വർത്താനം പറഞ്ഞ. ഇവളാരാണ്? ഇവള് നമ്പൂരി കുടുംബത്തിലുള്ളവളാണ്, വെറും കാപ്പറ കുടുംബത്തിലുള്ളവള്. ഞങ്ങളാ പറയുന്നത്. ഞങ്ങളുള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾ കംപ്ലീറ്റ് വോട്ടിന് സ്വതന്ത്രമായിട്ട് നടന്നു പോകണം. നാട്ടമില്ല.